പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് സന്ദേശവുമായി ബിജെപിയുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കമായി. കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ കർദിനാൾ ജോർജ് ആലഞ്ചേരി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദർശിക്കുന്നു. ഇന്നു മുതൽ ഡിസംബർ 31 വരെയാണ് സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ സ്നേഹയാത്രയ്ക്ക് തുടക്കമായി എന്ന് മനസ്സിലാകുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലക്ഷ്മി, ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി.ജെ.പിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളും അടക്കമാണ് ഇപ്പോൾ സീറോ മലബാർ സഭ ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആശംസകൾ പങ്കുവെക്കുന്നതിനായിട്ടാണ് ഈ യാത്ര. ഈ സ്നേഹയാത്ര ഇതോടെ സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്നു മുതൽ ഡിസംബർ 31 വരെയാണ് സ്നേഹയാത്ര നടത്തുന്നത്. അതെല്ലാം ക്രൈസ്തവ ഭവനങ്ങളിലും അതോടൊപ്പം തന്നെ സഭാ ആസ്ഥാനങ്ങളിലും മറ്റ് ക്രൈസ്തവ ദേവാലയങ്ങളിലും എല്ലാം എത്തി ക്രിസ്മസ് ആശംസകൾ പ്രധാനമന്ത്രിയുടേത് പങ്കുവെക്കുക, സ്നേഹം പങ്കിടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുന്നത്. നേരത്തെയും കഴിഞ്ഞ ഈസ്റ്റർ സമയങ്ങളിലൊക്കെ തന്നെയും ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യതയും സന്തോഷ പ്രകടനങ്ങളുമാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിപുലമായി ഇത്തവണ സ്നേഹയാത്ര സംഘടിപ്പിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന കേന്ദ്ര നേതാക്കളും പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പ്രകാശ് ജാവേദ്കർ അടക്കമുള്ളവർ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ, മറ്റ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇതിൽ പങ്കുചേരുമ്പോൾ അത് പഞ്ചായത്ത് തലത്തിൽ വരെ ഓരോ ബി.ജെ.പി പ്രവർത്തകരും സമീപത്തെയും ആ പ്രദേശത്തെയും ഒക്കെ ക്രൈസ്തവ ഭവനങ്ങളിൽ കേക്കുമായി എത്തി പ്രധാനമന്ത്രിയുടെ ഈ ക്രിസ്മസ് ആശംസാ സന്ദേശവുമായി എത്തുന്ന ഒരു യാത്രയായിട്ടാണ് ഇതിനെ കരുതുന്നത്. മറ്റ് CPM-ഉം കോൺഗ്രസും എല്ലാം തന്നെ ക്രൈസ്തവർ ബി.ജെ.പിക്ക് എതിരാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുമ്പോഴാണ് ഇത്തരമൊരു യാത്രയുടെ പ്രസക്തിയും ഏറുന്നത്. ആ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് കൂടിയാണ് ഈ യാത്ര നടത്തുന്നത്. ആ യാത്രയെ ബി.ജെ.പി കാണുന്ന അതേ സ്നേഹത്തോട് തന്നെ, ഇല്ലെങ്കിൽ അതേ ഒരു ആത്മാർത്ഥതയോടുകൂടി തന്നെ ക്രൈസ്തവരും ഏറ്റെടുക്കുമ്പോഴാണ് ഈ യാത്ര പൂർണ്ണമായി ഒരു സ്നേഹയാത്രയായി മാറുന്നത്. അത്തരമൊരു അനുഭവം തന്നെയാണ് മുൻകാലങ്ങളിലും ബി.ജെ.പിക്ക് ഉണ്ടായത് എന്നത് ഇത്തവണത്തെ ഈ യാത്രയ്ക്ക് കൂടുതൽ ആത്മവിശ്വാസവും സന്തോഷവും എല്ലാം പകരുന്നതാണ്. അത്തരത്തിലുള്ള യാത്രയാണ് ഇപ്പോൾ കൊച്ചിയിൽ കാക്കനാട്ടുള്ള മൗണ്ട് കാർമലിൽ എത്തി സീറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ കണ്ട് സ്നേഹം പങ്കുവെച്ചുകൊണ്ട് തുടക്കം കുറിച്ചിരിക്കുന്നത്. സുധീഷ്, അതാണ് ഈസ്റ്റർ സമയത്തേക്കാൾ വിപുലമായ സ്നേഹയാത്ര ക്രൈസ്തവ ഭവനങ്ങളിലും സഭാസ്ഥാനങ്ങളിലും ഒക്കെ എത്തുന്ന അരമനകളിലൊക്കെ എത്തുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ സീറോ മലബാർ സഭാസ്ഥാനത്ത് തമ്മിലുള്ള പ്രധാനമന്ത്രിയുടെ സന്ദേശമുണ്ട്, കേക്കിൻ്റെ മധുരമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് സൗഹൃദ സംഭാഷണത്തിൽ ഒരുപക്ഷെ നിലവിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളൊക്കെ വളരെ സ്വാഭാവികമായി ഉരുത്തിരിയും എന്ന് നമുക്ക് കരുതാമോ? സ്വാഭാവികമായും ലക്ഷ്മി, ഇപ്പോഴത്തെ സംസ്ഥാനത്തെ ഒരു അവസ്ഥയുണ്ട്. ഭരണം തീർത്തും പരാജയമായ ഒരു സാഹചര്യം വിവിധ മേഖലകളിൽ, അതുതന്നെ ക്രിസ്ത്യൻ സഭകളുമായി മറ്റും അടുത്ത് നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ഇപ്പോൾ റബ്ബർ കർഷകരുടെ അടക്കമുള്ള മേഖലകളുണ്ട്. ഇവിടെയെല്ലാമുള്ള പ്രശ്നങ്ങൾ, അത്തരം ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളും എല്ലാം തന്നെ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് അതിന് ഒരു വിരാമം ഇടുന്ന കൂടിയുള്ള ചർച്ചകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരു സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോഴത്തെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമയമാണ്. ആ ഒരു സന്തോഷം പങ്കുവെക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമായി മുന്നിട്ട് നിൽക്കുന്നതും. എന്നാൽ അതിനപ്പുറം മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയും സാഹചര്യവുമാണ് ഉള്ളതും. ലക്ഷ്മി, യെസ്, സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. ബി.ജെ.പിയുടെ സ്നേഹയാത്രയ്ക്ക് തുടക്കമായി സീറോ മലബാർ സഭാസ്ഥാനത്ത് നിന്നാണ് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം. ഒപ്പം തന്നെ കേക്കുമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എത്തിയത്. മുൻ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി കെ സുരേന്ദ്രനും ബി.ജെ.പി നേതാക്കളും ചർച്ച നടത്തി. ഈസ്റ്റർ സമയത്തേതിനേക്കാൾ വിപുലമായിട്ടാണ് ക്രിസ്തുമസ് വേളയിൽ ബി.ജെ.പി ഈ സ്നേഹയാത്ര ക്രൈസ്തവ ഭവനങ്ങളിലും ഒപ്പം തന്നെ സഭകളുടെ ആസ്ഥാനങ്ങളിലും ഒക്കെ എത്തി സന്തോഷവും ഒപ്പം തന്നെ സൗഹൃദവും പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശവും പങ്കിടാൻ വേണ്ടി വിനിയോഗിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പേർ 10 ദിവസം നീണ്ടു നിൽക്കുന്ന സ്നേഹയാത്രയിൽ പങ്കാളികളാകുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും സ്നേഹയാത്രയ്ക്ക് തുടക്കമായി സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.